ഞാനിപ്പോൾ അടുത്ത് ചെയ്യാൻ വന്ന പടം ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ കഥയാണ്. അത് എനിക്ക് തോന്നുന്നു പല ഇൻ്റർവ്യൂകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കഥ പറയുമ്പോഴുടെയും മാണിക്യക്കലിൻ്റെ ഒക്കെ സംവിധായകൻ എം മോഹനേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം ഞാൻ എഴുതുന്നു. അത് ഞങ്ങൾ തീർച്ചയായിട്ടും മാളികപ്പുറം പോലെ തന്നെ ഫാമിലി ഓഡിയൻസിന് തിയേറ്ററിലേക്ക് എത്താവുന്ന ഒരു സിനിമയായിരിക്കും. ചോറ്റാനിക്കര അമ്പലവും അവിടെ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെയും ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് സ്പിരിച്വൽ സിനിമകൾ എന്ന് പറയുന്ന പോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കഥകൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരു അമ്പലത്തിനെ ബേസ് ചെയ്ത കഥ അല്ലെങ്കിൽ ഒരു നാടിനെ ബേസ് ചെയ്തിട്ട് അതിനെ പറയുന്ന കഥ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ത്രില്ലറുകൾ എഴുതുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ കിടക്കുന്ന എപ്പോഴും അങ്ങനത്തെ സിനിമകളാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലൈനപ്പായിട്ട് വരുന്ന ഒരു 4-5 സിനിമകളിൽ അതിൻ്റെ ഒരു ഛായ ഉണ്ട്. അല്ല, അതിന് വലിയ സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ സിനിമയുടെ ട്രെൻഡ് പോകുന്നതിൽ നിന്നും വേറിട്ടൊരു ട്രാക്കാണത്. അല്ല, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ എൻ്റെ സിനിമകൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കുടുംബ പ്രേക്ഷകരെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടതാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ ഇപ്പം മാളികപ്പുറം സിനിമ യങ്സ്റ്റേഴ്സും കണ്ടിട്ടുണ്ട്. ഇപ്പം സുമതിയോളം എന്ന് പറയുന്ന ഒരു ഹൊറർ കോമഡിയാണ്. യൂത്തിനും ഫാമിലിക്കും പറ്റിയ പടം. പക്ഷേ അതിലും ഞാൻ ഒരു നാടും അവിടുത്തെ വിശ്വാസവും കാര്യങ്ങളൊക്കെ വെച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് അത്. അപ്പോൾ അതിനെ വീണ്ടും ഒന്ന് റീബിൽറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹത്തിന് മുന്നോട്ട് പോകുന്നത്. എത്രത്തോളം നന്നാവുമെന്നറിയില്ല.